അവരുടെ ഇടയിലുള്ള മലയാള ഭാഷ സംസാരിക്കുന്നവരെ തേടിപ്പിടിച്ച് അവരോടൊപ്പം താമസിക്കാൻ വേണ്ടിയാണ് നീ ഡൽഹിയിലേക്ക് പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതില്ല. മലയാളം സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്. കമ്പിളിക്കണ്ടത്തെ കൽപ്പരണികൾ എന്ന പുസ്തകത്തിൽ ബാബു ബ്രാഹ്മണോട് 1981 കാലഘട്ടത്തിൽ അവരുടെ അമ്മ പറയുന്നതാണ്. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും ഭാഷയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞൊരു സംഭവം നമുക്കുണ്ട്. അവരുടെ എല്ലാം എത്ര മുകളിലേക്കാണ് ജൻസിയായിട്ട് നിങ്ങളെല്ലാം എത്തിയിരിക്കുന്നത്. ടെക്നോളജിയുടെ ഭാഗമായിട്ട് ടെക്നോക്രാറ്റുകളായിട്ട് ഓരോ ചിന്തകളും പ്രവൃത്തികളും ഒരു വിരൽത്തുമ്പിലേക്ക് ഒതുക്കിയെടുക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും ഈ റീഡിങ്ങിന്റെ കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും വിശാലമായ ലോകം നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുമ്പോഴും നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. പണ്ട് നമ്മളൊരു കഥ പറയാറുണ്ടായിരുന്നു. ഒരു പശുവിനെയും മേച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരാൾ ആ പശുവിനെ മേച്ചുകൊണ്ട് കുറെ ദൂരം നടന്നു പോയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വിശ്രമത്തിൽ ഇരിക്കുന്ന ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഈ സന്യാസി ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ?